മക്കൾ, സൈലത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കുന്ന JK ആണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. മക്കൾസേ, ഈ വരുന്ന നമ്മളെ ക്രിസ്മസ് എക്സാം, അതായത് സെക്കൻഡ് ടേം എക്സാമിന് നമുക്ക് ഫിസിക്സിനകത്ത് നമ്മളെ ഫോഴ്സ്, ബലം എന്ന ചാപ്റ്ററും അതോടൊപ്പം തന്നെ മാഗ്നറ്റിസം, കാന്തികത എന്ന ചാപ്റ്ററും, ഇനി അതിനുശേഷം നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു ചാപ്റ്റർ ഉണ്ട്. നമ്മളെ ചാപ്റ്ററിന്റെ പേര് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറർ, പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അങ്ങനത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, അതോടൊപ്പം നല്ല നല്ല കമന്റുകൾ ചെയ്യണം, പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, അടുത്ത എക്സാമിനുള്ള ഞങ്ങൾ ഒരു മിനി മാരത്തോൺ, അതുപോലത്തെ മാരത്തോൺ മെഗാ ലൈവുകളൊക്കെ വരുന്നുണ്ട്. അതിൽ തീർച്ചയായിട്ടും എന്റെ പൊന്നുമക്കൾസ് നിങ്ങൾ എല്ലാവരും വരണം. നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യനുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ചെയ്തിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും വളരെ ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തുള്ള മക്കൾസ്? ദ പാത്ത് ഓഫ് റേ ഓഫ് ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം എ മിറർ ഈസ് ഗിവൺ. ഒരു ദർപ്പണത്തിലേക്ക് പ്രകാശരശ്മി പ്രതിപതിച്ച് താഴെ തന്നിരിക്കുന്ന ഒരു ചിത്രം, അവിടെ ഒരു ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ABCD എന്ന 4 ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ 4 ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ മിറർ, അതായത് ഈ ദർപ്പണം ഏതെന്ന് തിരിച്ചറിയിക്കാം. നമുക്ക് ഈ ചിത്രത്തിൽ നിന്നാണ് കണ്ടെത്തേണ്ടത്. രണ്ടാമത്തെ നെയിം ഓഫ് ദ പോയിന്റ്, ഇവിടെ P മാർക്ക് ചെയ്ത് കണ്ടില്ലേ, ഈ P എന്തായിരിക്കും, അതിന്റെ പേരെന്താണെന്ന് അറിയണം. ഈ ദർപ്പണത്തിൽ P എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ബിന്ദു ഏതാണ്? അതോടൊപ്പം ഇവിടെ ആംഗിൾ 35 ഡിഗ്രി, ഇവിടെ X എന്നൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് C ക്വസ്റ്റ്യൻ X എന്ന കോണിന്റെ അളവ് എത്രയെന്നുള്ളതാണ്. അവസാനം നമ്മളിവിടെ ഉപയോഗിക്കുന്ന നിയമങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് വളരെ വൃത്തിയായിട്ട് തന്നെ നോക്കാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഇങ്ങോട്ട് മാത്രം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ A എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ മിറർ, ഈ ദർപ്പണം ഏതെന്ന് തിരിച്ചറിയുക. നമുക്കറിയാലേ, ഇതാ ഒരു കോൺകേവ് ദർപ്പണം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇവിടെ കുറെ ഷെയ്ഡ് ചെയ്ത് കണ്ടില്ലേ, അത് റഫ് ആയിട്ടുള്ള ഏരിയ ആണ്, അതായത് സ്മൂത്ത് അല്ലാത്ത ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് തട്ടിയാൽ ഉള്ളിൽ നിന്നാണ് പ്രതിഫലിക്കുക. അതായത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ കർവ്ഡ് ഇൻവേർഡ് എന്നൊക്കെ പറയാം. പ്രതിപതന തലം കുഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ അത് കോൺകേവ് മിറർ ആണ്. അതുകൊണ്ട് എന്റെ പൊന്നു മക്കൾസ്, ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാല് ഇത് ഏതായിരിക്കണം? കോൺകേവ് മിറർ നൂർത്തേക്ക് ഏതായിരിക്കണം? കോൺകേവ് മിറർ, കോൺകേവ് ദർപ്പണം എന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അതാണ് നമ്മളെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. നെയിം ദ പോയിന്റ് മാർക്ക്ഡ് ആസ് P എന്നാണ് കേട്ടോ, P ഓൺ ദ മിറർ എന്നാണ്. ദർപ്പണത്തിൽ P എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതാണ്? അപ്പൊ ഒരു കോൺകേവ് ദർപ്പണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ ഇവിടെ B എന്ന് പേര് കൊടുത്ത് വിചാരിക്കുക. ഈ APB നമ്മൾ പറയുന്ന പേര് അപ്പേർച്ചർ അല്ലെങ്കിൽ അപ്പാർച്ചർ എന്നൊക്കെ പറയാം. ആ അപ്പാർച്ചറിന്റെ മധ്യബിന്ദുവിനെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, അതാണ് പോൾ. അതുകൊണ്ട് നമുക്ക് ഇവിടെ P സൂചിപ്പിക്കുന്ന ഏതായിരിക്കണം? P എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഏതാണ് മക്കളെ? അത് പോൾ നോർത്ത് വയ്ക്കുക. അപ്പൊ നമ്മളെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? പോൾ നോർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ദ വാല്യൂ ഓഫ് G ആംഗിൾ X എന്നാണ് കൊടുത്തുള്ളത്. ഈ ആംഗിളിന്റെ വാല്യൂ എത്രയെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഇവിടെ പതനകോണും, അതായത് ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും, പതനകോണും പ്രതിപതനകോണും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് പതനകോൺ ഇവിടെ ഇൻസിഡന്റ് ആംഗിൾ 35 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതനകോൺ X ഡിഗ്രി എന്ന് കൊടുത്ത് എത്ര ആയിരിക്കും? അതും 35 തന്നെയാണ്. അപ്പൊ അതും എന്തായിരിക്കും? 35 ഡിഗ്രി തന്നെയാണ്. അപ്പൊ ഇതിൽ ആർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസം ഇല്ലല്ലോ, ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലേ, നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ലോ ദാറ്റ് ഹെൽപ്പ് you to answer the question C എന്നാണ്. നേരത്തെ ആ C ക്വസ്റ്റ്യൻ 35 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ? അങ്ങനെയെങ്കിൽ ഈ X ഡിഗ്രി അത് എത്രയായിരിക്കും കണ്ടെത്തിയില്ലേ? ഇത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ്? ഓൾറെഡി നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് കുറച്ച് നിയമങ്ങളൊക്കെ പഠിക്കാണ്ട്, ലോ ഓഫ് റിഫ്ലക്ഷൻ പഠിക്കാണ്ട് അല്ലെ, പ്രതിപതന നിയമം. അപ്പോ പ്രതിപതന നിയമം ഉപയോഗിച്ചിട്ടാണ്, ലോ ഓഫ് റിഫ്ലക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടെത്തി. അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് ഇനിയും ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യനുകളൊക്കെ ചെയ്യാണ്ട്. പക്ഷെ ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ എവിടെ ചെയ്യും? അടുത്ത മാരത്തോൺ ലൈവില് നിങ്ങൾ എല്ലാവരും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ലൈവിനകത്ത് നമ്മൾ മുഴുവൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അടുത്ത് വരാനിരിക്കുന്ന നമ്മളെ ബേസിക് സയൻസിലെ ഫിസിക്സ് എന്ന ചാപ്റ്ററിലെ അല്ലെങ്കിൽ ഫിസിക്സ് എന്ന പരീക്ഷയില്
മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ദാ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ABBCBD എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആംഗിൾ ഒക്കെ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് എന്റെ പൊന്നു മക്കൾസേ, AB എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, BD എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, BC, ഇതിനൊക്കെ ഒരു പ്രത്യേക ടെക്നിക്കൽ പേര് പറയാൻ പറ്റും. ആ പേരെന്താണ്? അതോടൊപ്പം തന്നെ ആംഗിൾ ABD 20 സെന്റിമീറ്റർ ആണെങ്കിൽ ആംഗിൾ CBD എത്ര ഡിഗ്രി ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും എന്റെ പൊന്നുമക്കൾ, നിങ്ങളുടെ വിലയേറിയ ആ കമന്റുകളും ഈ ആൻസറും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ശേഷം മാരത്തോൺ ലൈവിൽ കാണാം. ഓക്കെ.